സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെപ്പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വീടർത്തുമൻ അച്ഛൻ. പുഞ്ചിരിച്ചിറകു വീടർത്തുമൻ അച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ. ഈ മാസം ആദ്യമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. 13 വയസ്സുള്ള തന്റെ മകളെ പിച്ച് ചീന്തിയവന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് തലയുയർത്തി ജയിലിലേക്ക് പോയ ഏക മലയാളി. ദ റിയൽ മലയാളി, ദ റിയൽ അച്ഛൻ, ദ റിയൽ ഹീറോ. പെൺമക്കളുള്ള ഏതൊരു അച്ഛന്റെയും അഭിമാനമാണ് അദ്ദേഹം. സ്കൂൾ വിട്ടു വരുന്ന മകളെ കാണാതായി അന്വേഷിച്ചു ചെന്നപ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ പൊന്നോമനെ അന്വേഷിക്കാൻ കൂടെയുണ്ടായിരുന്നത് തൊട്ടടുത്ത അയൽവാസിയും സുഹൃത്തുമായ കോയ. അവസാനം കോയ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ദൂരെ നോക്കി മാറി നിന്നു ആ അച്ഛൻ. പിന്നീട് അദ്ദേഹം താടി മുടിയൊക്കെ നീട്ടി വളർത്തി. തന്റെ മകൾ കിടന്ന കട്ടില് വീടിന് പുറത്തേക്കിട്ടു. ആ വീട്ടിൽ, ആ റൂമിൽ അച്ഛൻ കയറാതെയായി. അവസാനം ജാമ്യത്തിലിറങ്ങിയ പ്രതി കോയയുമായി ഈ അച്ഛൻ വീണ്ടും ചങ്ങാത്തത്തിലായി. നാട്ടുകാരിൽ ചിലരൊക്കെ തലയിൽ കൈവച്ചു, ചിലരൊക്കെ കിറുക്കനെന്ന് വിളിച്ചു. ഒരു നാൾ പാറപ്പുറത്തിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ കോയ വെടിയേറ്റു മരിക്കുന്നു. നിസ്സംശയം പോലീസ് ശങ്കരനാരായണനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക്. ഹർഷാരവത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ജയിലിൽ സ്വീകരിച്ചത്. നിയമം കയ്യിലെടുക്കരുതെന്നറിയാമായിരുന്നിട്ടും നിയമം കയ്യിലെടുത്ത് നീതി നടപ്പാക്കിയ ഏക അച്ഛൻ, ഏക മലയാളി. ഈ അടുത്ത സമയത്ത് അലഹബാദ് കോടതി ജഡ്ജിയുടെ ഒരു വിവാദ പരാമർശമുണ്ടായി. ഈ പരാമർശത്തിൽ അദ്ദേഹം പറഞ്ഞത്, ബലാത്സംഗ കേസിൽ വിധി പറയുന്നതിനിടെയാണ് സംഭവം. പൈജാമയുടെ ഹുക്കഴിക്കുന്നതും സ്തനത്തിൽ സ്പർശിക്കുന്നതും റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്നതും ഒന്നും ബലാത്സംഗത്തിന്റെ അടയാളമായി കാണാൻ കഴിയില്ല എന്ന്. ഈ അലഹബാദ് കോടതിയിലെ ജഡ്ജിയോട് പറയാനുള്ളത്, ഇങ്ങ് കേരളത്തിലേക്ക് വന്ന് ഈ ശങ്കരനാരായണനെ പോലെ ഉള്ളവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കണം എന്നാണ്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം.